എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് തുലാമാസം 18-ാം തീയതി 4/11/2025. ഇന്ന് നമുക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് സുബ്രഹ്മണ്യനും ഭഗവതിക്കും പ്രാധാന്യമുള്ള ദിവസമാണ്. ചൊവ്വാഴ്ചയാണ്. എല്ലാവരും ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക. ഇന്ന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങാം. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാലം. ഇന്ന് മേടക്കൂറുകാർക്ക് വളരെ ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ശാരീരിക ക്ലേശങ്ങളും മറ്റുമുള്ളവർക്ക് അത് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഔഷധ സേവ മറക്കാതെ ഇരിക്കുക, ആരോഗ്യ പരിപാലനത്തെ ശ്രദ്ധിക്കുക. ഭക്ഷണ കാര്യത്തിൽ നല്ല ഒരു ചിട്ട ആരംഭിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ ശനി നമുക്ക് പ്രതികൂലമായി നിൽക്കുകയാണ്. 7.5 ശനി കാലം ആണ്. അതുകൊണ്ട് ഭക്ഷണം കൊണ്ട് ആരോഗ്യം ക്ഷയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹോസ്പിറ്റൽ ചെലവുകൾക്കൊക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. ആഹാരകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇന്ന് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശാസ്താക്ഷേത്ര ദർശനം നടത്തലും അതേപോലെ ഭഗവതി ക്ഷേത്രം ദർശനം നടത്തലും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും അനിവാര്യമായ ഒരു ദിവസമാണ് ഇന്ന്. ചില സാമ്പത്തിക ഇടപാടുകൾ വളരെ കൃത്യമായി നടക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷകളെല്ലാം കൈവരിക്കാൻ സാധ്യതയുണ്ട്. ആത്മവിശ്വാസം കൂടാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. എങ്കിലും ശാരീരികമായ ക്ലേശം വളരെയധികം ഉള്ളതിനാൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട്. എത്താമെന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരാത്തത് മൂലം ചില ആളുകളുടെ വിരോധം സമ്പാദിക്കാനായിട്ട് സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിരുത്തി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ഒരു ദിവസമായിരിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ അധ്യാപകർക്കും അതേപോലെയുള്ള ആളുകൾക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. ഇന്ന് പരീക്ഷാ വിജയം ലഭിക്കുന്ന ഒരു ദിവസമാണ്. പുറത്ത് പഠനത്തിന് ആലോചിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഉന്നത പഠനത്തിന് ആലോചിക്കുന്നവർക്ക്, മക്കളുടെ പഠനത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ ഇന്ന് വളരെയധികം അനുകൂലമായൊരു ദിവസമായിട്ട് കാണുന്നു. ശാരീരികമായ കാര്യങ്ങളിലാണ് ഇന്ന് ശ്രദ്ധ വയ്ക്കേണ്ടത്. ബിസിനസ് ചെയ്യുന്നവർക്ക്, പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. അടുത്തായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ മ്ലാനതയുള്ള ഒരു ദിവസമായിരിക്കും. പല കാര്യങ്ങളും മുടങ്ങിപ്പോകാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ചെറിയ ഒടിവ്, ചതവ്, മുറിവ് ഒക്കെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വളരെ സുരക്ഷിതമായൊരു അവസ്ഥയാണ് കാണുന്നത്. സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെ പ്രതീക്ഷ ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കും. ബിസിനസ്സുകാർക്ക് ഏറ്റവും നല്ലൊരു ദിവസമായിരിക്കും ഇന്ന്. എഴുത്തുകാർക്കും വായനക്കാർക്കുമൊക്കെ ഇന്ന് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. പുസ്തക പ്രകാശനത്തിനിരിക്കുന്നവർക്കൊക്കെ അതിനനുകൂലമായ സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമാണ്. എഴുത്തുകാർ എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട എഴുത്തുകാരും ഇതിൽ ബാധകമാണ്. ആധാരമെഴുത്ത്, അതേപോലെ സാഹിത്യം, ഇതൊക്കെ ഇന്ന് എഴുതുന്നവർക്കും ഇത് ബാധകമാണ്. നിയമപരമായ കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്നവർക്ക് നിയമപരമായ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം. അതേപോലെ നിയമപരമായ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും തടസ്സങ്ങൾ കാണുന്നു. കേസ്, വഴക്ക് കാര്യങ്ങളിലൊക്കെ ഒത്തുതീർപ്പുണ്ടാകാനും സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. കെട്ടിട നിർമ്മാണത്തിന് ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ ആരംഭിക്കുവാനായിട്ട് സാധിക്കുന്ന ദിവസമാണ്. വലിയ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക്, ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ ചെയ്യുന്നവർക്ക്, മലഞ്ചരക്കുകൾ വ്യാപാരികൾക്കൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമാണ്. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം പ്രതീക്ഷകളും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന ദിവസമാണ്.
ഉറ്റമിത്രങ്ങളെ കണ്ടെത്തുവാനും അവരിൽ നിന്ന് സഹായം ഹസ്തം ലഭിക്കുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശം സ്ഥിരമായി അനുഭവിക്കുന്നവർക്ക് പുതിയ ചികിത്സാ മേഖലകൾ കണ്ടെത്താനായിട്ട് സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരികമായ ചില തീരുമാനങ്ങൾ, ചില പുതിയതായ കാര്യങ്ങൾ, അതായത് മെലിയാനോ വണ്ണം കുറയാനോ ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പുതിയ മേഖലകൾ കണ്ടെത്താനായിട്ട് സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യ സംരക്ഷണത്തിന് പറ്റിയൊരു ദിവസമാണ് ഇന്ന്. അതേപോലെ തൊഴിൽപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർക്ക് ഇന്ന് പ്രതീക്ഷകൾ ഉണ്ടാകുന്ന ദിവസമാണ്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ചില ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കണ്ടെത്താൻ സഹായഹസ്തങ്ങൾ കണ്ടെത്തുന്ന ഒരു ദിവസമായിരിക്കും. ഏതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ അനുഭവിക്കുന്നവർക്കിന്ന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകും, തെളിഞ്ഞു വരുന്ന ദിവസമാണ്. അതേപോലെ ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ ജോലിയായാലും വലുതായാലും വളരെ അനുകൂലമായൊരു മറുപടി ലഭിക്കുന്ന ദിവസമാണ്. കിട്ടാക്കടം തിരിച്ചു കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ ശാരീരികമായി അധ്വാനിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. എന്നാൽ വൈകുന്നേരത്തോടുകൂടി ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അതിൽ നിന്ന് മനക്ലേശമുണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് വലിയ മീറ്റിങ്ങുകളോ ചർച്ചകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാതിരിക്കുന്നത് ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായും ഒഴിവാക്കേണ്ടത് നല്ലതാണ്. വിദ്യാർത്ഥികൾക്കും അതേപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ ദിവസമായിരിക്കും. സഹോദരങ്ങളിൽ ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് കൊണ്ട് മനക്ലേശം ഉണ്ടാകുന്ന ദിവസമാണ്. എന്നാൽ സന്താനങ്ങളെക്കുറിച്ച് ചില പ്രതീക്ഷകൾ കൈവരുന്ന ദിവസമായിരിക്കും. സന്താനങ്ങൾക്ക് ഉദ്യോഗലബ്ധിയോ അല്ലെങ്കിൽ പഠന സാധ്യതയോ അവരുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു അനുകൂലമായി ഉണ്ടാകാനുള്ള സാധ്യത ഇന്ന് തെളിഞ്ഞു കാണുന്നു. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ചും വളരെ അനുകൂലമായൊരു ദിവസമാണ്. ശാരീരികമായി ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസകരമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. ബന്ധുമിത്രാദികളിൽ ചിലർ വളരെ അനുകൂല ഭാവത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. കലഹങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്ന ഒരു ദിവസമായിരിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അധ്യാപകർക്കുമോ ഒക്കെ വളരെ അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായി കാണുന്നു. കേസ്, വഴക്ക് തുടങ്ങിയ കാര്യങ്ങളിൽ ഇന്ന് അനുകൂലമായ വിധി ലഭിക്കുന്ന ദിവസമാണ്. എന്നാൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് കാണുന്നു. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് ഇന്ന് ദോഷാധിക്യമുള്ള ദിവസമാണ്. പല കാര്യങ്ങളും മുടങ്ങിപ്പോകാൻ സാധ്യതയുള്ള ദിവസമാണ്. ഈശ്വര പ്രാർത്ഥനയാണ് ഏറ്റവും അനിവാര്യം. അവരവരുടെ വിശ്വാസമനുസരിച്ച് അവരവരുടെ ആചാരങ്ങളനുസരിച്ച് ഈശ്വര പ്രാർത്ഥനയിലൂടെ ദിവസം തുടങ്ങുക. നല്ല അനുകൂലമായ ഒരു ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ ജീവിതത്തിൽ ഒരുപാട് കാലങ്ങളായി പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോകുന്നത് കണ്ട് വളരെ മനക്ലേശം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. നിരാശപ്പെടേണ്ട. അടുത്ത ദിവസങ്ങളിൽ അത് അനുകൂലമായി വരാൻ സാധ്യത ഉള്ളതായി കാണുന്നു. വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് കുറച്ച് വൈകുന്നതായിട്ട് കാണുന്നു. അതേപോലെ ഇന്നത്തെ ദിവസം വിവാഹ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും അനുകൂലമായി കാണുന്നില്ല. കയറ്റുമതി ഇറക്കുമതി ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇത്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമാണ്. എന്നാൽ കായികമായ ജോലി ചെയ്യുന്നവർക്ക്, കായിക വിദ്യകൾ പ്രയോഗിക്കുന്നവർക്കൊക്കെ ഇന്ന് പ്രതികൂലമായ ദിവസമാണ്. ചില ആപത്തുകൾ വന്ന് സംഭവിക്കാനായിട്ട് സാധ്യത കാണുന്നു. വാഹനങ്ങളിൽ നിന്നുള്ള ചില വാഹനാപകടങ്ങളോ അല്ലെങ്കിൽ വാഹനങ്ങളുടെ പാർട്ടുകൾ കേടാവുകയോ റിപ്പയർ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. ഗൃഹോപകരണങ്ങൾക്ക് തകരാറ് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക്
തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖമുക്കാൽ. ഈ കൂറിൽ ജനിച്ചവർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. എന്നാൽ ചില പ്രതീക്ഷകൾ നിരാശാവഹമായിട്ട് കാണുന്നു. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോകേണ്ട ദിവസമാണ്. ഒരു കാര്യത്തിനും ഒരു ഉറച്ച തീരുമാനം കൈക്കൊള്ളാൻ പറ്റിയ ദിവസമായിരിക്കില്ല ഇന്ന്. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. അസുഖങ്ങൾ വർദ്ധിക്കാനായിട്ട് സാധ്യത കാണുന്നു. കൃത്യമായ ഔഷധ സേവ അല്ലെങ്കിൽ റെസ്റ്റ് ഒക്കെ എടുക്കേണ്ടതാണ്. കാലിനോ മുട്ടിനോ ചില ചതവ്, ഒടിവ്, മുറിവ് ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യത കാണുന്നു. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളുണ്ടായിരുന്ന ചില ആശങ്കകൾക്ക് പരിഹാരം ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും തുടങ്ങാനായിട്ട് സാധ്യത കാണുന്നു. അതേപോലെ വൈകുന്നേരത്തോടുകൂടി ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനും കാര്യങ്ങൾ മുമ്പോട്ട് പോകാനും സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കിന്ന് പ്രതികൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നില്ല. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമാണെങ്കിൽ പോലും വളരെ ഗുണകരമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വന്തം കുട്ടികളെക്കുറിച്ചുണ്ടായിരുന്ന ആശങ്കകൾക്ക് ഇന്ന് ഒരു അറുതി വരുന്ന ദിവസമാണ്. അതേപോലെ ദീർഘയാത്രയ്ക്കും ദൂരയാത്രയ്ക്കും വിദേശയാത്രയ്ക്കും ഒക്കെ ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. ഔദ്യോഗിക രംഗത്ത് ചില മാറ്റങ്ങൾ, അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ ഗ്രഹോപകരണങ്ങൾക്ക് കേടുവരാനും വലിയ ചിലവ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾക്ക് ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല. കൊടുക്കൽ വാങ്ങലുകൾ ഇന്ന് നടത്തുന്നത് പ്രതികൂലമായി കാണുന്നു. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും. സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിച്ചിരുന്ന ചില തൊഴിലുകൾ അല്ലെങ്കിൽ തൊഴിൽ വാഗ്ദാനങ്ങൾ മാറിപ്പോകുന്നതായിട്ട് കാണുന്നു. ആകപ്പാടെ ശാരീരികമായും മാനസികമായും ചില സംഘർഷങ്ങൾ അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇന്നത്തെ ദിവസം ഏറ്റവും നല്ലത് ഈശ്വര പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെക്കുന്നതാണ്. അതേപോലെ സന്താനങ്ങളെക്കുറിച്ച് വളരെയധികം സന്തോഷകരമായ വാർത്തകൾ ലഭിക്കുമെങ്കിലും ചില ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും കൊണ്ട് മനസ്സ് കലങ്ങാനും കലുഷിതമാകാനുമൊക്കെ സാധ്യത കാണുന്നു. അപ്രതീക്ഷിതമായ ദീർഘയാത്രയ്ക്ക് സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. ബന്ധുമിത്രാദികളിൽ ചിലർക്ക് ചില അസുഖങ്ങൾ വരുന്നത് മൂലം ദൂരയാത്ര പോകാനായിട്ട് സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട്. അടുത്തായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷാധിക്യമാണ് കൂടുതലായി കാണുന്നത്. ഇന്ന് ഒരു നല്ല കാര്യവും തുടങ്ങാൻ നല്ല ദിവസമല്ല. വാക്ക് തർക്കങ്ങളിൽപ്പെട്ട് മനക്ലേശം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നാളായി പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും മുടങ്ങിപ്പോകുന്നതായിട്ട് കാണാം. വിദേശത്ത് ജോലി ചെയ്യുന്ന ബന്ധുമിത്രാദികൾക്ക് അവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനോ ജോലി നഷ്ടപ്പെടാനോ ഒക്കെ സാധ്യത കാണുന്നു. അതേപോലെ സന്താനങ്ങളിൽ ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ, വൈഷമ്യങ്ങളൊക്കെ വരുന്നത് കണ്ട് ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. കേസ് വഴക്കുകളിൽ പെട്ട് വിഷമിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ ദിവസമാണ്. അതേപോലെ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായി തന്നെയാണ് കാണുന്നത്. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ കാണുന്നു. വിദേശ പഠനത്തിന് ഒരുങ്ങുന്നവർക്കും ബുദ്ധിമുട്ടുകൾ കാണുന്നു. ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായി കാണുന്നില്ല എന്നോർത്ത് വിഷമിക്കേണ്ടതില്ല. വൈകുന്നേരത്തോടുകൂടി കാര്യങ്ങൾക്കൊക്കെ ചില മാറ്റങ്ങൾ വരുന്നതാണ്. ബിസിനസ്സുകാർക്ക് ഇന്നത്തെ ദിവസം വൈകുന്നേരത്തോടുകൂടി അനുകൂലമായ പല അനുഭവങ്ങളും വന്നു ചേരാം. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണപ്രദമായൊരു ദിവസമായിരിക്കും ഇന്ന്. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ IT ഫീൽഡിലുള്ളവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ ഉല്ലാസഭരിതമായ ദിവസമായിരിക്കും. ജോലി ചെയ്യാൻ ഉത്സാഹമുണ്ടാകുന്ന ദിവസമായിരിക്കും. പുതിയ പ്രോജക്റ്റുകൾ വരുന്നത് വളരെ അനുകൂലമായി തന്നെ കാണുന്നു. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാൽ. ഇന്ന് അത്ര
അനുകൂലമായൊരു ദിവസമായിരിക്കില്ല കുംഭക്കൂറുകാർക്ക്. ഉച്ചയോടുകൂടി ചില നല്ല കാര്യങ്ങൾ നടക്കുമെങ്കിലും രാവിലെ മുതൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. മേലധികാരികളിൽ നിന്ന് കർശനമായ വാണിംഗ് ലഭിക്കുവാനോ അല്ലെങ്കിൽ വിരോധം ലഭിക്കുവാനോ ഒക്കെ സാധ്യതയുണ്ട്. സന്തോഷകരമായ ഒരുപാട് നിമിഷങ്ങൾ പങ്കിടാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്. അതേപോലെ സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, കലാപരമായ അത്തരത്തിലുള്ള കാര്യങ്ങൾ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ബന്ധുമിത്രാദികൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ശമിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ ബന്ധുക്കളുമായിട്ടുള്ള കലഹങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനും സാധ്യതയുണ്ട്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ചികിത്സാരീതി തേടാനായിട്ടുള്ള ഒരു അവസരം അന്ന് ചേരുന്നതാണ്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതികാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഇന്ന് വളരെ സന്തോഷപ്രദമായൊരു ദിവസമായിരിക്കും. എന്നാൽ സ്വയംകൃതാനർത്ഥം മൂലം സ്വന്തം വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിച്ച് മനസ്സമാധാനം പോകാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഉദരരോഗത്തിന് സാധ്യത കാണുന്നു. അതേപോലെ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷ വരുന്നൊരു ദിവസമാണ്. 2 or 3 കാര്യങ്ങളിൽ ഏർപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, അതായത് ഒന്നിലധികം കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന തിരക്കുള്ള ബിസിനസ്സുകാർക്ക് ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. എല്ലാ മേഖലയിൽ നിന്ന് അവർക്ക് ലാഭം ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ഇന്ന് മേലധികാരികളുടെ അംഗീകാരം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ പങ്കാളിയുമായിട്ട് ചില കലഹങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ കലഹങ്ങളും പ്രശ്നങ്ങളുമൊക്കെ വൈകുന്നേരത്തോടുകൂടി പറഞ്ഞു തീർക്കേണ്ടത് അത്യാവശ്യമാണ്. ഭാവിയിൽ ചില ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാണ് അപ്രകാരം പറയുന്നത്. എപ്പോഴും ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകേണ്ടത് അത്യാവശ്യമാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. 7.5 ശനിക്കാലമായതിനാൽ മാനസികമായി സംഘർഷം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ആത്മസംയമനത്തോടുകൂടി മുമ്പോട്ട് പോവുക. കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം ചില അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. വളരെ കരുതലോടുകൂടി മുൻപോട്ട് പോവുക. എടുക്കുന്ന തീരുമാനങ്ങൾ ഉറച്ചതാകാൻ സാധ്യതയുണ്ട്. ഇന്ന് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം വളരെ ഫലപ്രദമായിട്ട് കാണുന്നു. തൊഴിൽ മേഖലയിൽ വരുന്ന ചില മാറ്റങ്ങൾ അനുകൂലമായി കാണുന്നു. അതേപോലെ IT ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക്, കായിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക്, നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അതേപോലെ ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. എന്നാൽ വാഹനാധികാരികൾക്ക് ചില റിപ്പയർ വരാനോ ഗൃഹോപകരണങ്ങൾക്ക് കേടുപാടുകൾ മൂലം ധനനഷ്ടമുണ്ടാകാനോ സാധ്യതയുണ്ട്. ഇന്നത്തെ ഫലപ്രവചനം ഇവിടെ അവസാനിക്കുന്നു. നാളെ നമുക്ക് ഇതേ സമയത്ത് വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും സർവേശ്വരൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.